ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ന്യൂസിലാൻഡിലാണുള്ളത്. അപ്പോൾ പലർക്കും ഒരു പ്രോപ്പറായിട്ടൊരു ഐഡിയ ഇല്ലാത്തതാണ് എവിടെയാണ് ന്യൂസിലാൻഡ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് അവിടെ ഇന്ത്യ, കൊച്ചി, കേരളമാണ് ഈ കാണുന്നത്. അപ്പോൾ കൊച്ചി കേരളത്തിൽ നിന്ന് നമ്മൾ ഈ വഴിയാണ് വന്നിട്ടുള്ളത്. സിംഗപ്പൂർ കണ്ട, ഇവിടുന്ന് ന്യൂസിലാൻഡ്, ഇന്ത്യയിൽ നിന്ന് നേരെ സിംഗപ്പൂർ ട്ടാ. ശ്രദ്ധിച്ചോളൂ, സിംഗപ്പൂരിൻ്റെ അടിയിലാണ് ഓസ്ട്രേലിയ വരിക. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയുടെ താഴത്തേക്ക് വരുമ്പോൾ ഈ കിടക്കണതാണ് ന്യൂസിലാൻഡ്. പലർക്കും അത് പ്രോപ്പറായിട്ട് അറിയില്ല അതെവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യല്ലേ, അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു. നമ്മളെ ന്യൂസിലാൻഡിനെ പറ്റിയിട്ട് കണ്ട ഈ രണ്ട് സ്ഥലം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. കണ്ട ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, കംപ്ലീറ്റ് ഗ്രീനാണ്. കണ്ട പച്ചപ്പാണ്, ഫുൾ പച്ചപ്പുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ കണ്ട ഓസ്ട്രേലിയ കണ്ടില്ല, ഓസ്ട്രേലിയ ഈ പച്ചപ്പൊക്കെ ഈ സൈഡിൽ ഇവിടെ ഒക്കെയുള്ളൂ. പക്ഷേ നടുഭാഗം കണ്ടില്ലേ, ഭയങ്കര ഇതാണ്, ചൂടും കാര്യങ്ങളും ഇതൊക്കെയാണ്. ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ഏകദേശം ഒരു 2100 അങ്ങനെ 200 അങ്ങനെ എന്തോ, ഓൾമോസ്റ്റ് 2000 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഓക്കെ. അപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ എന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ 2 ഐലൻഡായിട്ടാണ് കിടക്കുന്നത്. ഇത് നോർത്ത് ഐലൻഡ്, ഇത് സൗത്ത് ഐലൻഡ്. ന്യൂസിലാൻഡ് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ, ഇല്ല എന്നല്ല പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഐലൻഡിലാണ്. ഇതാണ് സൗത്ത് ഐലൻഡ്. പിന്നെ ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെല്ലിംഗ്ടൺ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പോലെ ഇവിടെയാണ് കൂടുതൽ ഗവൺമെൻറ് റിലേറ്റഡ് സ്ഥാപനങ്ങളൊക്കെ ഈ വെല്ലിംഗ്ടണിലാണ് ലൊക്കേറ്റഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മെയിൻ സിറ്റി, ന്യൂസിലാൻഡിലത്തെ വലിയ സ്ഥലമാണ് ഓക്ലൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനതാമസം ഉള്ള സ്ഥലമാണ് ഓക്ലൻഡ്. ഓക്കെ. ഇത് സൗത്ത് ഐലൻഡ്. സൗത്ത് ഐലൻഡിലാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ പർവ്വതനിരകൾ കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് പെയ്യണ സ്ഥലങ്ങളും. അപ്പോൾ ഈ സൗത്ത് ഐലൻഡിൽ പല സ്ഥലത്തും മഞ്ഞ് പെയ്യണ സ്ഥലങ്ങളൊക്കെയാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ, സൗത്ത് ഐലൻഡിലേക്ക് വരുമ്പോൾ കണ്ട ക്വീൻസ് ടൗൺ കണ്ടില്ല, ഇതാണ് ക്വീൻസ് ടൗൺ, ഗ്ലെനോർക്ക്. ഇതൊക്കെയാണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് വരിക. ഈവൻ ദോ അവർ നോർത്ത് ഐലൻഡ് വന്നില്ലെങ്കിലും സൗത്ത് ഐലൻഡാണ് മെയിനായിട്ട് വിസിറ്റേഴ്സ് കൂടുതൽ. ഇവിടെ ഗ്ലെനോർക്ക്, ക്വീൻസ്ലാൻഡ്, വനാക്ക, കുറേ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഭാഗങ്ങളാണ്. അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഇതാണ്. പിന്നെ ഈ വെല്ലിംഗ്ടണിൽ നിന്ന് ഇങ്ങോട്ട് ഫെറിയിൽ അങ്ങോട്ട് വരും. ഇത് ഏത് സ്പോട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ ഫെറിയിൽ വരാമെന്ന് എനിക്കതറിയാം. ഇത് ഇവിടേക്കാണോ അതോ പിക്ടണാണോ, എനിക്ക് കറക്റ്റായിട്ട് അതറിയില്ല. അങ്ങനെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഐലൻഡ് ഇതാക്കുക. നിങ്ങൾ ഈ സ്ഥലം ഇത് നോട്ട് ചെയ്ത ഈ സ്ഥലം, ഇത് വലിയൊരു പർവ്വതമാണ്. മൗണ്ട് ടാറനാക്കി എന്ന് പറഞ്ഞ ഒരു ഇതാണ്. കണ്ട ഇതിന് ചുറ്റും കണ്ടില്ലേ, ഒരു കറക്റ്റ് റൗണ്ട് പോലെ. ഇത് സ്പേസിൽ നിന്ന് എടുക്കുമ്പോൾ പോലും ഇത് കറക്റ്റ് റൗണ്ടായിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ ഇതൊരു വലിയ മൗണ്ടൻ, നമുക്ക് ക്ലൈംബ് ചെയ്ത് അങ്ങോട്ട് പോവാം. പല പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇത് ഇവിടെ ഹൈക്ക് ചെയ്യാൻ വരാറുണ്ട്, ഈ ടാറനാക്കി ഇതിലേക്ക്. പിന്നെ ഈ കാണുന്നതെന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് ടോപ്പാണ്. ഇത് വലിയ ഒരു ലേക്കാണ്. ഇതിന് ചുറ്റും അത് കറങ്ങി വരാൻ എനിക്ക് തോന്നുന്നത് ഒരു 10-60 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ലേക്കിൻ്റെ വലിപ്പം 10-60 കിലോമീറ്റർ വലിപ്പം ഉണ്ട് ലേക്കിൻ്റെ ഇത്. ഞങ്ങൾ താമസിക്കണമെന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്ലൻഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ മലയാളീസ് താമസിക്കുന്ന സ്ഥലമാണ് ഹാമിൽട്ടൺ. പിന്നെ ഓക്ലൻഡ് മെയിൻ സിറ്റി, IT റിലേറ്റഡ് കൂടുതൽ വർക്കും കാര്യങ്ങളും എല്ലാതും ഇവിടെയാണ്. അപ്പോൾ കൂടുതൽ IT ജോബ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഓക്ലൻഡാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ. മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട് ജോലിയും കാര്യങ്ങളും ഉണ്ട്, അത് കൂടുതലും ഈ ഫാം റിലേറ്റഡ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ജോലികളാണ്. അങ്ങനെ പിന്നെ ക്രൈസ്റ്റ് ചർച്ച്, ഇത് സൗത്ത് ഐലൻഡിലത്തെ വലിയൊരു സ്ഥലമാണ് ക്രൈസ്റ്റ് ചർച്ച്.
ഓക്ലൻഡ് വന്നു. അപ്പോൾ നമ്മളിന്ന് പോണ സ്ഥലം എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ലൻഡ് ഇങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ ഇത് കണ്ട ഇവിടെ വൈറ്റാക്കിരി റേഞ്ചസ് റീജിയണൽ പാർക്ക്. ഇത് മൊത്തത്തിൽ ഇതൊരു റിസർവ്ഡ് ഏരിയ ആണ്. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിന്ന് പോണ സ്ഥലം എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതൊരു കുഞ്ഞൊരു റിസർവോയറാണ്, ഒരു ഡാം ഇത് സ്പിൽവേക്ക് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇത് കണ്ട അരാട്ടാക്കി വിസിറ്റർ സെൻറ്റർ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങോട്ടാണ് പോണത്. ഇവിടെ ഞാൻ കുറച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ. നമ്മൾ എന്നിട്ട് ഈ പോയിന്റിൽ നിന്നിട്ട് ഇവിടേക്ക് നമുക്ക് താഴ്ത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിസർവോയർ ഇവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ റിസർവോയർ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് അരാട്ടാക്കി വിസിറ്റർ സെൻറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ലോവർ നിഹോട്ടോപ്പ് ഡാം ഈ ഭാഗത്തു നിന്നിട്ട് കുറച്ച് ഫുട്ടേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മളെ സ്ഥലം ലെയ്ങ്കോം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൊരു ബീച്ച് എന്ന് പറയില്ല, ഇവിടെ ബീച്ച് എന്ന് പല സ്ഥലങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മളെ നാട്ടിലത്തെ പോലെ ഭയങ്കര തിരമാലയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളല്ല, ചെറിയ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഈ ഭാഗത്തും വന്ന് വെച്ച് കുറച്ച് ഷൂട്ട് ചെയ്തു. അപ്പം നമ്മൾ ലൈങ്കോം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിട്ടിറാങ്കി ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ടിട്ടിറാങ്കി ബീച്ച് എന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് അത് വരിക. അപ്പം നമ്മളിവിടെ വണ്ടി കുറച്ച് നേരം പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ മകൻ ഈ ഭാഗത്ത് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇന്നിപ്പോൾ ഈ 4 സ്ഥലങ്ങളാണ് നമ്മൾ പോയിട്ടുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാലാവുന്ന പോലെ നല്ല പെർഫെക്ഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ശരി, ഓക്കെ. ഇതാണ് അരാട്ടാക്കി വിസിറ്റർ സെൻറ്റർ, വൈറ്റാക്കിരി റീജിയണൽ പാർക്ക് എന്ന് എഴുതിയത് കാണാം. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ന്യൂസിലാൻഡ് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ. ഇത് ഇടത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിഹാബി, പിന്നെ റൈറ്റ് സൈഡ് ഇങ്ങനെ ടിട്രാങ്കി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം ഞാനും നമ്മളെ മകനും നമ്മളെ വൈഫും കൂടിയിട്ടാണ്. എനിക്കൊരു മകനാണ്, അവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 9 വയസ്സ് കഴിഞ്ഞു. ഇതാണ് ഈ സ്ഥലം അരാട്ടാക്കി. ഇത് കാർ പാർക്കിംഗ് ആണ്. ആ കാണുന്നത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു സ്തൂപം പോലെ. അതുമ്പോൾ കുറച്ച് ന്യൂസിലാൻഡിൻ്റെ പഴയ ഇവിടുത്തെ ആൾക്കാർ ട്രൈബ്സ് എന്നല്ല പറയുക, ഇവിടുത്തെ പഴയ പുരാതനമായിട്ടുള്ള ആൾക്കാർ മാവോറികളാണ്. അപ്പോൾ ഇവിടുത്തെ പാർലമെൻറ്റിൽ ഒരു പെണ്ണ് ഹക്ക ചെയ്തതൊക്കെ ഭയങ്കര വൈറലായതാണ്. അപ്പോൾ അതാണ് മാവോറികൾ. അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ഒക്കെ സംബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് വൈറ്റാക്കിരി റീജിയണൽ പാർക്ക്. ഇതൊരു ഫോട്ടോ ഫ്രെയിം പോലെയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മളെ പയ്യൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്, നമ്മളെ വൈഫ് ഫോട്ടോ എടുത്തു. He wants to see. I'd like to do a white Christmas one. Screwed. Careful. The hotel shall be covered up here somewhere. What do you want covered? All people in York. ആ കാണുന്നതാണ് ലോവർ നിഹോട്ടോപ്പ് ഡാം. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അത്. അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കട കണ്ടു, അവിടെ ഒരു അമ്മച്ചീനും കണ്ടു.
പുള്ളിക്കാരത്തി. എന്നിട്ട് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഈ സ്തൂപങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മരത്തിലാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വ്യൂയിങ് ഡെക്കിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടുന്ന് അപ്പുറത്തേക്ക് കിട്ടുന്നതാണ്. ഈ സ്ഥലം എന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓക്ലാൻഡിൽ നിന്ന് ഒരു പടിഞ്ഞാറ് സൈഡിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല പ്രകൃതി സൗന്ദര്യം ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെന്താ പറയുക, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മതി ഓക്ലൻഡ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പല പല സ്ഥലങ്ങൾ കാണുന്നതാണ് ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് ആ കാണുന്നത് നമ്മൾ ഡാമാണ്, ഞാൻ പറഞ്ഞില്ലേ, ലോവർ നിഹോട്ടോപ്പ് ഡാം. നല്ല പച്ചപ്പരവതാനി പോലെ ഇങ്ങനെ കിടക്കുകയാണ് സ്ഥലങ്ങൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല റിസർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ന്യൂസിലാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാമ്പില്ല. അത് ഭയങ്കര ഒരു സേഫാണ്. നമുക്ക് ഏത് കാട്ടിലും ഏത് മലയിലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും കിടന്ന് നടക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ അങ്ങനെ ഒരു ഇതാണ്. മ്യൂസിയം എന്ന് പറയില്ല, ഇവിടുത്തെ പല കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസും അതൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു, ഇത് ഇവിടുത്തെ ഇതിൻ്റെ ഈ എൻട്രൻസിലേക്ക് പോകണ ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ വൈഫും മകനും കൂടിയിട്ട് വെച്ചിട്ടുള്ള ഗെയിം എന്തോ കളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സംസ്കാരം, പിന്നെ ഈ ഈക്കോസിസ്റ്റം, സസ്യങ്ങൾ, പിന്നെ മൃഗങ്ങൾ, ഇതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ പുരാതനമായിട്ടുള്ള അവരുടെ ഓരോ റെപ്രസെൻറ്റേഷൻസാണ്. ഇതാണ് കിവി ബേർഡ്. ഈ പക്ഷി ഇവിടെ മാത്രം ഉള്ളൊരു പക്ഷിയാണ്, കിവി എന്ന് പറയും. ഈ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ വേറെ ഒരു പ്രത്യേകത. ഇവിടെ ഈ അക്വേറിയം പോലെ ഇതിൻ്റെ ഉള്ളിൽ പല പ്ലാന്റ്സിനെയൊക്കെ അവർ ആക്കി വെച്ചിട്ടുണ്ട്. എന്താണിത് മീൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കുറച്ചേരം അതിൻ്റെ ഉള്ളിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ലെഫ്റ്റിലായിട്ട് കുറച്ച് സൂനിയർ ഷോപ്പ് പോലെ ഇതുകളുണ്ട്. നമുക്ക് വല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ കാണാം. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് വരുന്നവർക്കൊക്കെ പാർക്ക് ചെയ്യാൻ. ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടുന്ന് പയ്യെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ
ഉണ്ണിക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും വാങ്ങി. അപ്പോൾ അതാണ് അവൻ കാണിക്കണത്. ഓക്കെ, നമ്മൾ ലോവർ നിഹോടോപ്പ് ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഏരിയ റിസർവ്ഡ് സ്ഥലമായതുകൊണ്ട് അധികം കൺസ്ട്രക്ഷൻസ് ഒന്നും ഗവൺമെൻറ് അലൗ ചെയ്യില്ല. അങ്ങനെ വരണമെങ്കിൽ വല്ല ഇത് വേണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ വേണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കത് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല. പക്ഷേ ഈ ഏരിയയിൽ കൺസ്ട്രക്ഷൻസ് തീരെ അലൗ ചെയ്യില്ല. അത് ഒരു ചെറിയ ഫാം പോലെ ഇവിടെ ഷീപ്പുകളൊക്കെ ഉണ്ട്. ആടുകൾ ഇങ്ങനെ മേയുണ്ട് ഈ ചെറിയ പുൽമേട്ടിൽ. പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളും അത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് വണ്ടികളൊക്കെ. നമ്മളെ ഇന്ത്യയിലത്തെ പോലെ ഇന്ത്യയിലത്തെ ലൈസൻസ് ഉണ്ടെന്ന് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ 1.5 വർഷം 1 വർഷം അങ്ങനെ എന്തോ നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ലൈസൻസ് കൺവേർട്ട് ചെയ്താൽ മതി. ഈ നാട്ടിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ജപ്പാനിൽ നിന്ന് വരുന്ന കാറുകളാണ്. ജപ്പാനിലത്തെ യൂസ്ഡ് കാറിൻ്റെ വലിയൊരു മാർക്കറ്റ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അപ്പോൾ കൂടുതലും ഇവിടെ പുത്തൻ കാറുകൾ കിട്ടും, ഇല്ലയെന്നല്ല. പക്ഷേ കൂടുതലും ആൾക്കാർ യൂസ്ഡ് കാറുകളാണ് വാങ്ങുക. നല്ല ജപ്പാനിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ല വരിക. അപ്പോൾ ജപ്പാനീസ് കാറുകളൊക്കെ അവിടെ ഇഷ്ടം പോലെയുണ്ട്, സ്പോർട്സ് കാറുകളും എല്ലാ സാധനങ്ങളും. നമ്മളുണ്ണി അത് ഭയങ്കര എക്സൈറ്റഡായി ഈ സ്ഥലം കണ്ടിട്ട്. ഞങ്ങളിതിന് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ. ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണുമ്പോഴേ നല്ലൊരു സൗണ്ടും ഒക്കെ ആയിട്ട് ഞാനും കുറേ നേരം അത് നോക്കി നിന്നു. പിന്നെ ഈ ഡാമിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളാണ് ഈ നോട്ടീസ് ബോർഡിൽ അവർ പറയണത്. അപ്പം അതിലേക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1943 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ നടന്നിട്ടുള്ളത്. 43 48 അങ്ങനെ എന്തോ ഇതിൽ 43 സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 48 അത് പൂർത്തിയായി. പിന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ നടുവിൽ ഓക്ലാൻഡിൽ വർദ്ധിച്ചു വരുന്ന കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിരുന്നു ഈ ഡാം നിർമ്മിച്ചത്. വെള്ളത്തിൻ്റെ സ്കാർസിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന കാരണം കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു കോൺക്രീറ്റ് ആർച്ച് ഡാമാണ്. ഇത് 36 മീറ്റർ ഉയരവും 150 മീറ്റർ നീളവും ഉണ്ട്. ഓവർഫ്ലോ അവിടെ വെള്ളങ്ങളാണ് അങ്ങോട്ട് ആ സൈഡിൽ കൂടെ അങ്ങോട്ട്. അത് എനിക്ക് തോന്നുന്നു പിന്നെ പോയിട്ട് അത് നമ്മൾ സമുദ്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ റിസർവോയറിലാണ് കൂടുതൽ വെള്ളം ശുദ്ധജലം സംഭരിച്ചിട്ടുള്ളത്. ഈ വെള്ളങ്ങളൊക്കെയാണ് നമുക്കിവിടെ വാട്ടർ കെയർ ഇവർ നമുക്ക് വീട്ടിലേക്ക് വെള്ളം എത്തിച്ചു തരുന്നത്. ഡിസ്റ്റിലറിയും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് വാട്ടർ സപ്ലൈ വീട്ടിലേക്ക് എത്തുക. ഓക്കെ, ആ ബിൽഡിങ് അങ്ങ് അവിടെ കാണാമല്ലേ? അപ്പം അതാണ് നമ്മൾ അരാട്ടാക്കി വിസിറ്റേഴ്സ് സെൻറ്റർ നമ്മൾ ഇതിന് മുമ്പത്തെ ഇതിൽ പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ ഭാഗം വന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. സ്ഥലം നല്ല രീതിയിൽ നോക്കി, ക്യാമറയിൽ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു.
അങ്ങനെ പിന്നെ നമ്മൾ ഇതിന് ശേഷം ഇനി പോകാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈങ്കോം ബീച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ലൈങ്കോം ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്നൊക്കെ വെച്ചാൽ ലീവ് പ്ലാന്റ് നെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ നമ്മളൊരു ചെടിച്ചട്ടിയിൽ ഇത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെടിച്ചട്ടിയിൽ പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ പുസ്തകങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പുസ്തകം അതിൽ നിന്ന് എടുത്ത് വായിക്കാം, ഇവിടെ വയ്ക്കാം, വീട്ടിൽ കൊണ്ടുപോവാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതന്നെ കാണാൻ നല്ല അടിപൊളി സ്ഥലം. നമ്മളുണ്ണി ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാണ് അവിടെ ഇവിടെയൊക്കെ. ഇതിൻ്റെ അപ്പുറത്തും കുന്നിൻ്റെ മുകളിലൊക്കെ ഓരോ വീടുകൾ നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. നല്ല പച്ചപ്പും അത് ന്യൂസിലാൻഡിൻ്റെ പ്രത്യേകതയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പുള്ള സ്ഥലമാണ്. വീഡിയോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പല സ്റ്റൈലിലും ഞാൻ എടുത്ത് നോക്കുകയാണ്, ക്യാമറയും ഇതൊക്കെ വെച്ചിട്ട്. ഈ സ്ഥലം നമ്മൾ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു. എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കുറേ വീഡിയോ എടുക്കുക തന്നെ. ആ കാണുന്നതൊരു ഫ്ലാഗാണ്, പതാകയാണ് ന്യൂസിലാൻഡിൻ്റെ. പക്ഷെ അത് കാറ്റില്ലാത്ത കാരണം കൊണ്ട് അതങ്ങോട്ട് പറക്കുന്നില്ല, തളർന്ന് കിടക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ലൈങ്കോം കഴിഞ്ഞിട്ട് ഇപ്പോൾ ടിറ്റിറാങ്കി ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ കുറച്ച് താറാവുകളൊക്കെ നീന്തുന്നുണ്ട്. ഒരു ഈവനിങ് ടൈമായി നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഇതുപോലെ ആൾക്കാർ അവരവരെ വീട്ടിൽ നിന്ന് നായ്ക്കളൊക്കെ നടത്തിക്കാൻ അങ്ങോട്ട് ഇറങ്ങും. വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറേ നായ്ക്കുട്ടികളുണ്ടായിരുന്നു. ഇതൊരു 4 എണ്ണം ഒരു ഫാമിലിയാണ്. അമ്മമാർ നല്ല നോട്ടിയായിരുന്നു കേട്ടോ. ഞാൻ വന്ന നേരത്തെ നമ്മളെ കാലിൻ്റെ അവിടെയൊക്കെ നടന്നു. ഞാൻ കുറച്ച് നേരം അതിനെ പറ്റ് ചെയ്തു, പക്ഷേ വീഡിയോ എടുത്തില്ല. ഇത് വേറൊരു വെറൈറ്റി ഐറ്റം, ഏതാ ബ്രീഡെന്ന് എനിക്കറിയില്ല, പക്ഷേ സാധനം ഹെവി സാധനമാണ്.
ഇവ ഇത്തിരി മേട്ടയെന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളതിൻ്റെയൊക്കെ ഫുൾ കലിപ്പ് റോളിലിട്ടിട്ട് പിന്നാലെ കിടന്ന് നടക്കണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നല്ലൊരു വീടുണ്ട്, നല്ല ടോപ്പ് വീട്. അപ്പോൾ നല്ല പൈസ ഉണ്ടാവും ഈ വീടിനൊക്കെ. നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഹെവി വീടുകളതൊക്കെ. ലൊക്കേഷനും അതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ വയസ്സായ ആ പാപ്പൻ്റെ ഒപ്പമാണ് നായ്ക്കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ടൈമായി കഴിഞ്ഞാലൊക്കെ ഇവിടെ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങും. അപ്പോൾ പിന്നെ പലരും വന്നിട്ടുണ്ട്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ കാണാം. വൈബ് സ്ഥലമല്ല കാണുമ്പോൾ. പറ. നായ കുഴപ്പമില്ല, നായ വന്നു കഴിഞ്ഞാൽ ഓടാൻ നിൽക്കൊന്നും വേണ്ട. ഉണ്ട്, നമ്മളെ മോനൊക്കെ അവിടെ സുഖമായിട്ട് നിൽക്കണം. അതിൻ്റെ അടുത്തേക്ക് കൂടി ഒക്കെ നായ്ക്കൾ പോകും, ഒരു പ്രശ്നമില്ല. നമ്മളെ താറാവും കൂട്ടം പതുക്കനെ നീന്തി ഇങ്ങോട്ട് എത്തിയിട്ടാ. യുവന്മാർക്ക് എന്താ ഒരു പ്രശ്നമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീന്തുക തന്നെ. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ നായ്ക്കൾ. അങ്ങനെ ഒന്ന് അടുത്ത് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് പോകാന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിലാണ് റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ പിന്നെ ഒന്നാമന്നെ അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള നായകളെ ഒന്നും ഇവിടെ അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ റോട്ട് വില്ലറിന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് സാധനങ്ങളാണ്. ഇവിടെയൊക്കെ റോട്ട് വില്ലറിനെ പോയിട്ട് നമുക്ക് പെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നത് മനസ്സിലാവില്ല, ഒരു അലമ്പുമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള നായ്ക്കളാണ് അവിടുത്തെ. അടുത്ത വെറൈറ്റി സാധനം. ഇതിനെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ദേഹത്തെ രോമങ്ങളൊക്കെ കണ്ടില്ല, നല്ലൊരു ഷെയ്ഡാണ്. നല്ല എന്താ പറയുക, നമ്മൾ ബർഗുണ്ടി കളറാണ്, അങ്ങനെ എന്തോ കളറാണ്. നല്ല പൈസ ഉണ്ടാവും കേട്ടോ ഈ നായ്ക്കൾക്കൊക്കെ. ഈ നായ്ക്കുട്ടി വന്നു, ഇപ്പം വന്നിട്ട് അപ്പുറത്തെ ഗ്യാങ്ങിനെ നോക്കിയിട്ട് ഒക്കെ ഫ്രണ്ട്സാണെന്നുണ്ട്. അപ്പോൾ നോക്കി കുറച്ച് സിഗ്നലൊക്കെ കൊടുത്ത് അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോയി. ആ മുകളിലെ ഭാഗത്ത് എന്തോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ എന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണിടിഞ്ഞിട്ട് അതെന്തോ ലെവൽ ചെയ്ത് അങ്ങനെ ഇതാക്കുകയാണ്. മഴയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല മഴ കിട്ടിക്കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഇത്തിരി ചെറിയ മണ്ണിങ്ങനെ ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ഇടിയാറുണ്ട്. അപ്പം അതിൻ്റെ എന്തോ വർക്ക് അവിടെ നടക്കുന്നത്. ഞാൻ പയ്യെ കുറച്ചു നേരം നടക്കാൻ തീരുമാനിച്ചു. ഇത് വേറെ കാർ പാർക്കിംഗ് ആണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ നല്ല ഇരുട്ടി തുടങ്ങി ഏകദേശം. അങ്ങനെ അപ്പം നമ്മൾ വീഡിയോ അവസാനത്തിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലും ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂടി ഉണ്ടാവുക. റെഗുലറായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, താങ്ക് യു കേട്ടോ. ഓക്കെ.